ഇത് തരുന്നു. അപ്പം നിങ്ങൾ രണ്ടുപേരുടെ ഇത് തരുന്നതാണ്. അത് ഇങ്ങനെ ഇങ്ങനെ എന്റെ കൂടെ ഇങ്ങനെ എടുക്കണേ. ജോസ് ആ സൈഡിൽ ചെല്ലും. അത് വെച്ചു നിങ്ങൾ വായിക്കും. Keeper of Kuwait Cricket's fortunes. Passion, aggression, and dedication are synonyms of Ramu. A towering personality with 3 decades of amazing journey in the field of cricket in Kuwait. HRD is proud to associate with Ramu, who is the best wicketkeeper in Kuwait. We take this occasion to appreciate the contribution of one of the best think tanks of the game and acknowledge with gratitude the warmth and goodwill of Ramu. Team HRD. അതാണ് ഇത് രാധാജിയുടെ വാക്കുകളാണ്. രണ്ട് വാക്ക് സംസാരിക്കൂ. ഈ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇട്ട് നിൽക്കുന്നത് വൈറ്റ് എലിഫന്റ്സിന്റെ കോച്ചാട്ടോ. ആദ്യം നമ്മള് സത്യഭാമ എഫക്റ്റ് ആണ്. അതെ, ആദ്യം റോഹിച്ചിന്റെ സംഗീതം പറയണം, നമുക്ക് പറയാം. ഇല്ല, ഈ വൈറ്റ് എലിഫന്റിന്റെ കാര്യം പറയുമ്പോ ആദ്യം വിളി വന്നത് വൈറ്റ് എലിഫന്റ്സ് എന്നാണ്. ഞാൻ ആദ്യം മറക്കിയിട്ട് ചോദിച്ചത് ഇത് ഇന്ദ്രലിമനെ ആണോ എന്ന് ചോദിച്ചു. നമുക്ക് വിളിക്കാനേ നമ്മള് ടീം ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടില്ല. ലാസ്റ്റ് ആണ് തീരുമാനിച്ചതല്ലേ, പിന്നെ എന്ത് ചെയ്യാനാ. അപ്പം രാമോഹൻ, ഞങ്ങള് ഐക്കോളും രാമു, എല്ലാരും അപ്പം രാമോട്ട് അസോസിയേഷൻ ഫ്രം 96 അല്ലെ RMC തൊട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ പ്ലേഡ് ടുഗദർ, പ്ലേഡ് അഗൈൻസ്റ്റ്, പ്ലേഡ് ടുഗദർ, പ്ലേഡ് അണ്ടർ രാമു. You played under my captain also. Yes. ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. രാമു ആസ് എ കീപ്പർ. രാമുവിനെ കോച്ച് ചെയ്തേക്കണത് ആരാന്നറിയോ? സച്ചിൻ തെണ്ടുൽക്കറിന്റെ കോച്ചിങ് ആണ്. അപ്പൊ അങ്ങനെ രാമു കുറെ വെറ്ററൻ നല്ല പ്ലേയേഴ്സ് ആയിട്ടൊക്കെ കളിച്ചിട്ടുണ്ട്. സ്കൂളും കോളേജും പിന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ ഞാൻ കണ്ടേക്കുന്നില്ല. എന്റെ ക്രിക്കറ്റിംഗ് കരിയറിൽ എപ്പോഴും പറയാറുണ്ട് രാമു ഇസ് ദ ബെസ്റ്റ് കീപ്പർ. സ്റ്റമ്പിന്റെ ഈ കാല് വെക്കാൻ പോകും. രാമു ഇങ്ങനെ എടുക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയല്ല വരുന്നത്. ഹലോ, നമ്മളൊക്കെ അനുഭവസ്ഥരാണ്. അല്ല, അപ് ടു സെൻസില് ഞങ്ങൾക്കൊരു വെറ്ററൻസില് നല്ലൊരു പേസ് ബോൾ ഉണ്ട്, അസ്ലം വന്നിട്ട്. അവനത് 38 വയസ്സിൽ ഷോർട്ട് പ്ലേ ഈസ് വെരി ഫാസ്റ്റ്. അപ് ടു സെൻസ് വൈഡ് ലെഗ് സ്റ്റമ്പിനെ പുള്ളി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ രാമ സംഭവം അങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് വൈഡ് എടുത്തിങ്ങനെ. സോ ഈ റിയലി രാമന്റെ ഒരു ഫ്രണ്ട് എഴുതിയേക്കുന്ന ആർട്ടിക്കലാണ്. ഈ റിയലി ഡാൻസസ് പ്ലേ ആൻഡ് സംസ്. അപ്പൊ രാമനോട് കളിച്ച് ഇരുന്നെല്ലാം പ്ലേ വിത്ത് യു. It's a privilege. Thank you. And wishing you the best. And when you go back, you should pass on your skills to the next generation. Francis and Mudiko. Thank you. എന്താ ഡിസ്റ്റൻസ് കോച്ചാണ് കോച്ച്.
എന്താ പറയുന്നത്, പറഞ്ഞ 96 മുതലാണ് രാമനെ അറിയുന്നത്. രാമൻ വന്ന കാലം മുതലല്ലേ 96 എത്തിയത്. 95 നമ്മള് 10ാം ക്ലാസ് അപ്പൊ ബാറ്റ്സ്മാൻമാരെ പേടി സ്വപ്നമാണ്. കാരണം കാല് വെക്കാനോ പോകാനോ വൃത്തിയില്ല. അത്ര ആദ്യം നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അത്. പക്ഷെ ആദ്യത്തെ കളികളിലൂടെ നമുക്ക് മനസ്സിലായി ക്രീസിൽ നിന്ന് അതുപോലെ ഇത്രയും ഫാസ്റ്റ് ബോളിങ്ങിനൊക്കെ ഇത്രയും അപ് ടു സ്റ്റോക്ക്. നമ്മള് RMCയിലെല്ലാം നമ്മൾ സോഫ്റ്റ് ബോൾ വെച്ചിട്ടായിരുന്നു. പക്ഷെ വെറ്ററൻസ് കളിക്കുമ്പോൾ ആ ഹാർഡ് ബോളിൽ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചങ്കൂറ്റം തന്നെ ശരിക്കും. അന്ന് ഹെൽമെറ്റ് ഒന്നും ഇല്ല, ആ സമയത്ത് ഹെൽമെറ്റ് ഒന്നും വെക്കില്ലായിരുന്നു. അല്ല രാമോന്റെ ഇംഗ്ലീഷിലുള്ള പല ഇൻസ്ട്രക്ഷൻസ് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എനിക്ക് രാമനെ കാണാൻ എപ്പോഴും ഓർമ്മ നമ്മുടെ പഴയ സയ്യിദ് കിർമാനിയില്ലേ, മുടി കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഒരു ക്ലാസ് ക്രിക്കറ്റ്. നമ്മൾ എന്താ പറയുന്നത്, ഈ ബുക്കിൽ കാണുന്ന അല്ലെങ്കിൽ പഴയ ക്ലാസിക് ആ സ്റ്റൈലിലുള്ള കളിയും ബാറ്റിംഗ് ആണെങ്കിലും ഓഫ്കോഴ്സ് കീപ്പിങ്ങിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷെ ഒരു ക്ലാസ് നമ്മളെല്ലാം വളരെ ആരാധനയോടുകൂടി നോക്കിക്കൊണ്ടിരുന്ന അതാണ്. വെറ്ററൻസിലാണെങ്കിലും RMCയിലാണെങ്കിലും. അപ്പോൾ എന്താ ഇത്രയും വരെ അല്ലെ ഈ പോകുന്നതിന് 2 മാസം മുമ്പ് വരെ കളിച്ച് ഫീൽഡിൽ നിന്ന് ഒഴിയാത്തൊരു മനുഷ്യൻ. എന്തായാലും എനിക്ക് തോന്നുന്നു നല്ലൊരു എന്താ പറയുന്നത്, എല്ലാവർക്കും ഫോളോ ചെയ്യാവുന്ന നല്ലൊരു മാതൃകയാണ്. അപ്പം കീപ് ഡൂയിങ് ദ സെയിം ഗ്രേറ്റ് തിങ്. ഓൾ ദ ബെസ്റ്റ്. ആളുടെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞില്ല. ഈ പ്രാവശ്യം നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലൂസേഴ്സ് ഫൈനലാകുന്നുണ്ട് 1 ഓവർ കളി. അതിനകത്ത് ഒരാൾ ഔട്ടായപ്പോ ഏതൊരു സമയത്ത് അടുത്തത് ആര് ബാറ്റ് ചെയ്യണം എന്ന് ചോദിച്ചപ്പോ നമ്മള് മറ്റേ യങ്സ്റ്റേഴ്സ് നോക്കുകയാണ്. അപ്പൊ ഒരാള് ഞാൻ പോയി ബാറ്റ് ലാസ്റ്റ് ഓവറിൽ ഞാൻ ഇറങ്ങിക്കോളാന്ന് പറ്റി ഇറങ്ങിപ്പോയതാണ്. അതായത് വേറെ പ്ലേയേഴ്സ് ഉണ്ട്, യങ്സ്റ്റേഴ്സ് ഉണ്ട്. പക്ഷെ എന്നിട്ട് ഞാൻ എഴുതിയെന്ന് പറഞ്ഞു, പക്ഷെ അത് മനസ്സറിഞ്ഞ എഴുതിയതാണ്. ബെസ്റ്റ് വിക്കറ്റ് കീപ്പർ എന്ന് പറഞ്ഞാൽ ഒരു വരി വരെ രാമു എനിക്ക് എന്നോട് താങ്ക്ഫുൾ ആയിരിക്കണം. രാമു ഇവിടെ പോയിട്ട് വിക്കറ്റ് കീപ്പിംഗ് പഠിപ്പിച്ചത്, സ്റ്റംപിംഗ് പഠിച്ചത് എന്നെ നമ്മൾ ഓൾറെഡി പുറത്താണ്. എനിക്ക് ഏറ്റവും വിഷമം എന്ന് പറഞ്ഞാൽ ഞാൻ ബാറ്റ് ചെയ്യാൻ വരുമ്പോ രാമു ഒരു സ്പിന്നറെ വിളിച്ചോണ്ടിരും, ലെഗ് സ്റ്റമ്പിന്റെ അപ്പുറം വയ്ക്കും, ഞാൻ പുറത്തിറങ്ങും. അപ്പൊ കുറച്ച് വിഷമം ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എത്ര നല്ല വിക്കറ്റ് കീപ്പറാണ് രാമു. ഓൾ ദി ബെസ്റ്റ്. പിന്നെ ടീം സെലക്ഷന്റെ സമയത്ത് നമുക്കറിയായിരുന്നു റോയ്ച്ച വിളിക്കാൻ ഞാൻ. പിന്നെ നമുക്ക് നല്ലൊരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു, ആളറിയാവുന്ന ഒരു ക്യാപ്റ്റൻ. അത് കാരണം പുള്ളി കറക്റ്റ് ആയിട്ട് നോക്കി ആൾക്കാർ. റോണിക്കും അത്ര പരിചയമില്ല, റോണിക്ക് നമ്മൾ കൊടുത്ത ഫീഡ്ബാക്ക് ആണ്. ബാക്കിയുള്ളവരെയൊക്കെ കറക്റ്റ് ആയിട്ട് ആണെങ്കിലും വലിയ പരിചയമില്ല, കളിച്ചിട്ടില്ല. നമ്മൾ കൊടുത്ത ഫീഡ്ബാക്കിലാണ്. ഇവിടെ ആരെങ്കിലും ഈ നമ്മുടെ HRB ക്കകത്ത് ആരെങ്കിലും കളിച്ചിട്ടുണ്ടോ? രാമചന്ദ്രനോട് ആരെങ്കിലും കളിച്ചിട്ടുണ്ടോ? നമ്മളല്ല, അല്ലാതെ ടീമിനകത്ത് പ്ലേയേഴ്സിനകത്ത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കുറെ അന്വേഷിച്ചു. ഞാൻ ആദ്യമായിട്ടാണല്ലോ കളിക്കുന്നത്. ഈ പുള്ളി ഇങ്ങനെയാണെന്ന് ഞാൻ ശരിക്കും ഇങ്ങനെ വിചാരിച്ചില്ല ഇങ്ങനെ ആയിരിക്കുമെന്ന്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ KOC പോയി. KOCയുടെ അവിടെ പോയപ്പോൾ ഈ ഒരു പേര് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാരും പറയുന്ന ഒരു പേരാ, രാമു ബിഹൈൻഡ് ദ സ്റ്റംപ്സ് ദ ബെസ്റ്റ് കീപ്പർ. അപ്പൊ അവിടെയൊക്കെ കളിക്കുന്ന സ്റ്റിച്ച് ബോളില്ല, അവിടെ സ്റ്റേറ്റ് ഇതൊന്നുമില്ല. അപ്പൊ അവിടെയും ഈ ഒരു പേരെന്ന് പറയുന്നത് പണ്ട് തൊട്ടേ ഉള്ള ഒരു പേരാ. നമ്മള് കളിക്കുന്നത് നോർമൽ ടെന്നീസ് ബോളില്ല, സ്റ്റിച്ച് ബോളിൽ നിൽക്കണമെന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അനുഭവസ്ഥാനം പറഞ്ഞു. അപ്പൊ രാമന് ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ മുരളിച്ചേട്ടൻ ഉണ്ടോ പറയുന്നത്? എന്താ പറയണ്ട പറയണം. രാമും ഇതേപോലെ 96 വെറ്ററൻസ് ആദ്യമായിട്ട് കുവൈറ്റിലൊരു KOC ഷെട്ടി അങ്ങനെ കുറച്ച് പേര് പഴയ പേരുണ്ടായിരിക്കും. അവരൊക്കെ കൂടി എല്ലാവരും ഇങ്ങനെ ഒരു പേപ്പറിൽ ഒരു ന്യൂസ് ഇട്ടു, ഇങ്ങനെ വെറ്ററൻസ് ക്രിക്കറ്റ് തുടങ്ങുകയാണ്. 35 വയസ്സായിരുന്നു അല്ലെ? 35 വയസ്സായി. പിന്നെ 38 ആദ്യത്തെ 35 ആയിരുന്നു. അപ്പൊ നിങ്ങളെല്ലാരും കൂടി ഓരോരുത്തരൊക്കെ വിളിച്ചു. ഓരോരുത്തരിങ്ങനെ
ഫീഡ്ബാക്ക് ഒരു നമ്പർ കിട്ടപ്പോൾ ഒരു കുവൈറ്റിൻ്റെ ഒരു താഹർ വസ്തുക്കി പുള്ളിയാണ് അതിന് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളൊരു സാൽമിയിലായിരുന്നു ഫസ്റ്റ് മാച്ച്. കുവൈറ്റിയുടെ ടീമിൽ എല്ലാവരും കൂടി ഒന്ന് ദിനേശിന്റെ ഫാദർ, ദിനേശ് കാത്തിൻ്റെ ഫാദർ KK, പുള്ളിയുടെ ഫാദറുണ്ടോ, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. സാൽമിയിൽ കളിക്കാൻ വന്നു. അങ്ങനെ രാമു, അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, രാമുവിന്റെ ടീമിൽ ചന്ദ്രു, രാമു, ഹരികേഷ് അല്ലെ, ഹരികേഷ് എന്ന് പറഞ്ഞ ഡൽഹി ബേസ് മലയാളി ഉണ്ടായിരുന്നു. പിന്നെ ശേഖർ ശർമ്മ, എനിക്കൊരു ഇന്ത്യൻ അതോ അല്ല ബംഗാളിലെ ഫസ്റ്റ്. അങ്ങനെ അതിനോട്ടാണ് ഞങ്ങൾ പിന്നെ കുറെ ടീമായി. പക്ഷെ ഒരിക്കലും ഞാൻ രാമു ഒരു ടീമിൽ കളിച്ചിട്ടില്ല. വി ഓൾവേസ് പ്ലേയിങ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ. ഒരു കൊല്ലം അന്ന് രാമു ഇല്ല, അന്ന് ഒരു കൊല്ലം ഞാൻ കളിച്ചപ്പോൾ രാമു ഇല്ല. അപ്പോൾ ഞങ്ങൾ we are always against each other. We had a good time, even though playing against each other also. We always kept a good harmony, good friendship. I hope it will still continue, Ramu. രാവണി പറഞ്ഞല്ലോ എന്റെ ഫീഡ്ബാക്ക്. ഞാൻ അവിടെ KOC പോയി അന്വേഷിച്ച ഒരാളായിരുന്നു. അതിലും കളിച്ചു. ഓയിൽ സെക്ടർ കളിക്കാത്ത ഒരു ഏരിയ ഇല്ല. ഓയിൽ സെക്ടറിൽ അഗേൻസ്റ്റ് കളിച്ചിട്ടുണ്ട്. ഞാൻ KOC അല്ലെങ്കിൽ ഞാൻ KSCക്ക് വേണ്ടി കളിക്കും. രാമു വിത്ത് KNPC. ഹാഡ് എ ഗുഡ് ടൈം. എപ്പോഴാണ് കുവൈറ്റ് ലീവ് ചെയ്യുന്നത്? എപ്പോഴാണ് വിടുന്നത്? എന്നോടാ ചോദിക്കണം. അല്ല, ഇതേപോലെ ഒരു സെൻഡ് ഓഫ് നിർബന്ധിച്ച് തരികയാണെങ്കിൽ ഞാൻ പോകേണ്ട പരിപാടി. 31st. എന്നിട്ട് നാട്ടിൽ എന്താ പ്ലാൻ? ക്രിക്കറ്റിംഗ് നമ്മൾ പറഞ്ഞല്ലോ RCB-യുടെ ബാംഗ്ലൂർ. ആണോ? RCB നല്ലൊരു കീപ്പർ. കോഴിക്കോട്ടേക്ക് വിളിക്കുന്നത് കമന്റേറ്റർ 25 ലക്ഷം ഉണ്ട്. ശരിയാണ്. ഒരു ദിവസം ഇപ്പൊ മലയാളം ഉണ്ട്. മലയാളം അത്ര പോരാ, ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ്, ഹിന്ദി, മറാഠി പഠിക്കുന്നത്. പഠിക്കും. ഞാൻ 7 ഭാഷ. മലയാളം കുറവാ. അല്ല, 7 ലക്ഷം ഉണ്ട്. IPL ഉണ്ടാവും. IPL ഒരു കമന്ററി ഒരു ദിവസം 25 ലക്ഷം. സിദ്ധു പറഞ്ഞില്ലേ, സിദ്ധു ഒരു ദിവസം 25 ലക്ഷം ഉണ്ട്. ഓരോ ആൾക്കാർക്കനുസരിച്ച് പുള്ളിയുടെ 25 ലക്ഷം റോണി, നീ പോയ 10,000 രൂപ കൂടുതൽ പ്രതീക്ഷിക്കില്ല. നമുക്കല്ല, നമ്മൾ വേറെ ട്രെയിനിൽ വെക്കാം. നമ്മളൊക്കെ എന്തിനാ പണിയെടുക്കുന്നത്? എല്ലാ മാസം അല്ല, പിള്ളേരെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഓൾ ദി ബെസ്റ്റ്. പ്ലേയേഴ്സ് എന്തായാലും പറയണം. എന്തായാലും ക്രിക്കറ്റിംഗ് കരിയർ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോട്ടെ. രാമായിട്ട് 2 വാക്ക് സംസാരിച്ചിട്ട് നമുക്ക് go for the What was your best moment with our HR? റോയൽ ചലഞ്ചേഴ്സ്. ഇന്ത്യ ഒരു പേര് കൊടുക്കരുത്. വന്നപ്പോ പുള്ളി ഓൾറെഡി കഷ്ടപ്പെട്ടാണ് ക്രിസ്ത്യനെ കുറിച്ച് ചർച്ചയുടെ പേര്. പിന്നെ ഇത് കൂടി ഞാൻ സർപ്രൈസ്. പുള്ളി എല്ലാം വായിച്ചു, ഒരു തെറ്റ് വരുത്തത്. ഞാൻ വായിക്കും. 5 ഇംഗ്ലീഷ് വായിച്ചു സന്ദീപ് കുറെ വേഴ്സൊക്കെ പറഞ്ഞു. അത് തെറ്റൊന്നും വരുന്നില്ല. 2 വാക്ക് അതെന്നോടെ വായിച്ചു. This is really surprising. ഇത്രയും പേര് വരുന്ന I never thought, and this is, I don't think I deserve this. I'm at a loss for words, truly emotional. ഇത്രയും ഫെയർവെൽ ഇതുവരെ കുറെ ഫെയർവെല്ലായി, ഇന്നലെ പോലിട്ടായിരുന്നു. This is something
really touching my heart. ഒരു സ്നേഹമുള്ള പേര് കിട്ടി. Sneha is not the conditioner, but this is really too much unexpected. And this team, I have to say a few words about. Even though we didn't win or we didn't go to the final, but there was no team like this, including starting from the owners. There is no doubt about that. Paravoding, right? No offense meant. There is no doubt about that. കാരണം എനിക്ക് I know all the teams, all the management. This was something, totally fun-loving. Jaychalum, Dodalum, no problem. So that's the spirit. Spirit is the name of the game. The name of the game. Spirit ആണ് പല spirit. നമ്മളതിനെ ഓക്കെയാണ്. So I will really miss this. Let's see what happens. ബാംഗ്ലൂർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എപ്പോഴും വരാം. I will. അടുത്തുള്ള പപ്പി കൊണ്ടുപോകും. ബാംഗ്ലൂർ ഏത് ഏരിയയാണ്? അല്ല, നമ്മുടെ വീടിന് നേരെ മുമ്പില് പമ്പുണ്ട്. ബാംഗ്ലൂർ ഏത് ഏരിയ? രാമു ഒരു ബാംഗ്ലൂരിന്റെ ഇവിടെ കണ്ടോ? ആ. From Nice. അതെ, ഇതാ വേറൊരു ബാംഗ്ലൂരിയൻ. അതിപ്പോ അല്ല, ഭാര്യ വീട്. അല്ല, അതെപ്പോ അതെ. വേറെ ഭാര്യയാണ്. ഏത് ഭാര്യയാണ്? ബാംഗ്ലൂർ എവിടെ ഏത് ഭാഗത്താ? മാർത്തള്ളി. ഇതെല്ലാം കഴിഞ്ഞിട്ട് മുടിക്കേണ്ടി വരണല്ലേ? ബാംഗ്ലൂര് നമ്മുടെ ഇതിന്റെ തൊട്ട് പറഞ്ഞു. Well, hope to see you there. Sunday, 31st, leaving. Kuwait Airways. Kuwait Airways. Coming by Kuwait Airways, going by Kuwait Airways. അതും ഇടയ്ക്ക് Kuwait Airways തൊട്ടിട്ടില്ല. Except for ബിസിനസ്സിൽ പോകുമ്പോ ഒഫീഷ്യലിൽ പോകുമ്പോ മാത്രമേ അവിടെ തൊട്ടിട്ടില്ല, അവിടെ തൊടാൻ പറഞ്ഞിട്ടില്ല. No touchings. അത് കുവൈറ്റ് വിളിച്ചവർക്കുള്ള മാത്രമേ ഒരു പ്രിവിലേജ് ആണ്. കുവൈറ്റ് വിളിച്ചോണ്ട് വരില്ല, നമ്മളെ കുവൈറ്റോട്ട് വന്നതാണ്. അങ്ങനെ പറയരുത്. അല്ല, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അങ്ങനെ പറയാനില്ല, അത്രേ ഉള്ളൂ. നീ വേണ്ടപ്പെട്ടവൻ. ഞങ്ങൾ വന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ നാഷണൽ എയർലൈൻ ഓർ കുവൈറ്റ് എയർവേസ്. ഫസ്റ്റ് ടൈം വരുമ്പോ വരാൻ പറ്റും. അല്ല, അങ്ങനെ നിയമം ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ അത് ബാധിച്ചിട്ടില്ല, ഞാൻ ബോട്ടിലാ വന്നത്. അത് കുവൈറ്റ് എയർവേസ് ആണോ? ഞാൻ ഒരു പിടിയില്ല. ഒരു 100 അടി അപ്പുറം അല്പത്തെ മാതിരിയാണ്. റാഗിന്റെ കാച്ചോട് റാക്കും ജെസ്സി എല്ലാരും അതൊക്കെ അതൊരു ഇതുണ്ട്. അതെ, പറയുമ്പോ ഒന്നിക്കൽ പിന്നല്ല ഡാനിയുടെ അച്ഛന്റെ അച്ഛൻ അതല്ല അത് ഇത് പറയും ഒന്നിക്കൽ അപ്പൻ അല്ലെങ്കിൽ അമ്മായിയപ്പൻ. ഡാനിനെ പറ്റി അറിയാൻ പാടില്ല പുതിയ പിള്ളേർക്ക്. ആ കുടവേണ്ടല്ലേ